ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റിലാ. കുറച്ച് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവൂല. നല്ലോണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടാവൂലേ? അതാണ് സംഭവം. ഞാൻ ഈ കെട്ടി ഒരുങ്ങി പോകുന്നത് എങ്ങോട്ടാന്നല്ലേ പറയാം. പണ്ടത്തെ പോലെ ഒരുങ്ങലല്ലേ ഇപ്പം ഭയങ്കര കുറവാ. അതുകൊണ്ട് വേഗം റെഡിയാവും. പണ്ടത്തെ ഞാനാണെങ്കിൽ മേക്കപ്പിന്റെ ഒരു കിറ്റ് തന്നെ ഉണ്ടാവുകയും എൻ്റെ അടുത്ത്. ഇപ്പൊ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. പ്രഗ്നന്റ് ആയവരെ മേക്കപ്പിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കുറഞ്ഞിന്. ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ലാണ്ടായി. സ്കിൻ കെയറിന് പോലും ടൈമില്ല. ഇനിയെല്ലാം ഫസ്റ്റ് മുതലേ പൊടി തട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോന്ന. ഞാനെന്ന് പറയുമ്പോൾ ഞാനും ഹസ്ബൻഡും. എന്തായാലും ഒറ്റക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് പ്ലാൻ ആക്കി. ഇന്നലത്തെ ചിക്കൻ ഹനീത് ബാക്കിയുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്. അതെല്ലാം തിന്ന് എന്നോട് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പോയ ആളിതിപ്പോ 3:30 വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ എന്റെ ബാഗിലാണെങ്കിൽ ഫുൾ എന്റെ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, സെറ്റിംഗ് പൗഡർ, ഫൗണ്ടേഷൻ അതെല്ലാം ഉണ്ടാവുക. ഇപ്പൊ ഇതിൽ എന്റെ മോന്റെ ഡയപ്പർ, ഡ്രസ്സ്, ഫുഡ് ഐറ്റംസ് അതാ ഉണ്ടാവല്. ഇതിപ്പോ എന്റെ ബാഗ് മാറിയിട്ട് ഓന്റെ ബാഗ് ആയിട്ടുണ്ട്. നമ്മള് പോകുന്നത് കാസർഗോഡേക്കാ. ഓളെ വീട് ആടെയാ. ഒന്ന് മീറ്റ് ആക്കാൻ പ്ലാൻ ആക്കുന്നത് 2 മാസമായി. ഓരോരോ കാരണം കൊണ്ട് ഇങ്ങനെ ക്യാൻസൽ ആയി പോകും. ലാസ്റ്റ് ഇയർ ഇതുപോലെ കുറെ പ്ലാൻ ആക്കി, ഒന്നും നടന്നിട്ടില്ല, ക്യാൻസലായി. ഓള് ദുബായിലേക്ക് പോയി. ഈ കൊല്ലം വന്നിട്ട് ഇപ്പൊ 2 മാസമായി. കുറെ പ്ലാൻ ആക്കി ക്യാൻസലായി പോന്ന്. നാളെ ഇപ്പോൾ ദുബായിലേക്ക് റിട്ടേൺ പോന്ന. ഓളെ ഹസ്ബൻഡിന്റെ വീട്ടില. എന്നാലും സാരിയില്ല, കണ്ടേ പറ്റൂ എന്നുള്ള ഇതില് ഞാനിതാ പോന്ന. നമ്മള് 3 ഫ്രണ്ട്സാ. മീറ്റ് ആക്കിയിട്ട് ഇപ്പൊ 3 കൊല്ലായി. ഇവര് മീറ്റ് ആക്കലുണ്ട്, ഞാൻ മാത്രം എപ്പോഴും ഓഡ് വൺ ഔട്ടാ. ഭാഗ്യമില്ല അമ്മിനിയെ. സോളോ ട്രിപ്പ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ട്രിപ്പ് എല്ലാം പോകുന്ന ഈ ഒരു കാലത്ത് ട്രെയിന് പോലും കയറാൻ അറിയാത്ത, ട്രെയിന് പോട്ടെ, ബസ് പോലും കയറാൻ അറിയാത്ത 3 എണ്ണം കോളേജിൽ നിന്ന് നമ്മളെ 3 മോസ്കിറ്റോസ് നിന്ന് വിളിക്കല്. ഞാൻ കണ്ണൂരാ, ഇപ്പൊ കാണാൻ പോകുന്നോള് കാസർഗോഡാ, മറ്റോള് തൃശ്ശൂരാ, ശുഭം. അറിയാണ്ട് പോലും കാണാനൊരു ചാൻസും ഇല്ല. ബൈ 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 സേ ബൈ ബൈ. ലേറ്റായി ഇറങ്ങിയോണ്ട് പിന്നെ പറയണ്ടല്ലോ, എത്താനും ലേറ്റായി. അവര് ഡിന്നറെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫുഡ്. അതെല്ലാം കഴിച്ചിട്ട് ഓളോ ഹസ്ബൻഡും നമ്മളും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും കാസർഗോഡ് വരെ എത്തിയതല്ലേ, എവിടെയെങ്കിലും പോണ്ടേ. അങ്ങനെയാണ് പാർഷ്യലി വന്ന് അവിടുന്ന് ഓർഡർ ചെയ്ത ഈ ഒരു ഐസ്ക്രീം, ബറീമി അപ്പ്. അല്ല, ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ഇത് യോഗട്ട് ഐസ്ക്രീമാ, യോഗട്ട് ഫ്ലേവർ ആണോ യോഗട്ട് മിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. യോഗട്ട് ഐസ്ക്രീമാ. നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തതിൽ ഈ ബറീമി അപ്പാണ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ട്. പിന്നെ ട്രൈ ചെയ്തത് ഡൈനാമൈറ്റ് മോമോസ. അതും നല്ല രസമുണ്ടേനു. പിന്നെ മോമോസ് എന്റെ ഫേവറേറ്റാ. അത് കണ്ടിട്ട് ഓർഡർ ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല. നമ്മൾ ഓൾറെഡി ഡിന്നറെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് വയറ് നല്ല ഫുള്ളാ. പക്ഷെ എന്നാലും ആഡംബരം എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയതാ. പിന്നെ ഡ്രിങ്ക്സിന് പറഞ്ഞ് ടെൻഡർ കോക്കനട്ട് ജ്യൂസ്, മൊയ്റ്റോ, പിന്നെ വാട്ടർമെലൺ ജ്യൂസ്. അത് വിത്തൗട്ട് ഷുഗറാ. ഇതിലൊരാള് ഡയറ്റിങ്ങില, അത് ഏതായാലും ഞാനല്ല. പിന്നെ ഈ ഒരു സാധനം ലോഡഡ് ഫ്രൈസ് ആണ്. ഇത് ഇങ്ങനെ വന്നത് മാത്രമേ അറിയൂ. പിന്നെ സംഭവിച്ചത്, എന്താ വിളിച്ച വല്ലതും പറ്റിയോടോ എന്റെ കുഞ്ഞിന്? അയ്യോ എന്റെ റിസ, പൊന്നേ, എന്റെ റിസ, പൊന്നേ, എന്റെ പൊന്നേ, എന്നാ പറ്റിയടീ നിനക്ക്? അപ്പൊ അത് അങ്ങനെ അങ്ങ് പോയി. നമ്മൾ മീറ്റ് ചെയ്തിട്ട് കുറെ ടൈം സ്പെൻഡ് ആക്കാൻ പ്ലാൻ ചെയ്ത്, ബട്ട് ഇങ്ങനെ ചെറുങ്ങനെ മീറ്റ് ആക്കാനേ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഹാപ്പിയാണ്. ഇൻഷാല്ല നെക്സ്റ്റ് ടൈം കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്റെ ഫ്രണ്ടിനെ മീറ്റ് ആക്കാൻ എന്നെ അടുത്തം വരെ കൊണ്ടുവന്ന് എന്റെ ഹസ്ബൻഡിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ ബൈ.